ഇന്ന് നമ്മുടെ സുഹൃത്ത് നല്ല ജീവനുള്ള നടക്കട ഞണ്ടിനെ കൊണ്ട് തന്നു. നമ്മളിന്ന് ഇവനെയാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. നടക്കട ഞണ്ട്, ജീവനുള്ള ഞണ്ട്. വരൂ കടന്നു വരൂ. നമ്മളിതിൻ്റെ നന്നാക്കണേൻ്റെ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് പോവുകയാണ്. തിളച്ച വെള്ളമാണ്, അതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇവൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് കോരി കളറൊക്കെ മാറി നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ടുണ്ട്. ഇറുക്കാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരുന്ന കയറുകളാണ്, അതൊക്കെ മാറ്റി ഇനി നമുക്ക് ഈ വി എന്നുള്ള ഭാഗത്ത് പിടിക്കാം. എന്നിട്ടതേ നല്ലതായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യുക. ഇവിടെ പിടിച്ചിട്ട് ഇത് പിടിച്ച് വലിക്കുക, സാധനം പോന്നു. അതിൻ്റെ ഈ ഗിൽസൊക്കെ കളയണം, അത് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ അടിഭാഗത്തുള്ള ഇങ്ങനത്തെ പീസസൊക്കെ എടുത്ത് കളയാം. ഈ നടുക്കിരിക്കണ മഞ്ഞ അതെടുത്ത് കളയരുത്, അത് വേസ്റ്റ് അല്ല, അതിൻ്റെ പലിഞ്ഞീനാണ്, അല്ലെങ്കിൽ മുട്ടകളാണ്, അത് കളയരുത്. അല്ലാത്ത അഴുക്കുകളൊക്കെ എടുത്ത് കളയാം, ബ്ലാക്ക് നിറത്തിലുള്ള അഴുക്കുകളൊക്കെ എടുത്ത് കളയാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമുക്ക് കളയാം. ഇതൊക്കെ വെറുതെ കടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഇത് നന്നാക്കുക. ഇതും കൂടി പറിച്ചു കളഞ്ഞ ശേഷം ഇത് പതുക്കെ നടുക്ക് വെച്ച് മുറിക്കുക. കണ്ടു, നമ്മളത് കഴുകാൻ പോവാണ്. നല്ലൊരു ഫ്രൈയിങ് പാൻ അടപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ. അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ നല്ല 5 വലിയ സവോള നീളത്തിലരിഞ്ഞത്, അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചതും സെയിം അളവ് 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 നല്ല പച്ചമുളക് ചതച്ചത് ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതേ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വീട്ടിൽ നന്നായിട്ട് ചൂടാക്കി പൊടിച്ച മല്ലിപ്പൊടി കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി,
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് 3 തക്കാളി നുറുക്കി വിടാം. പഴുത്ത തക്കാളി. മസാല നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നുറുക്കി വെച്ച കഴുകിയ ഞണ്ടിൻ്റെ പീസസ് ഇടണം. ഇത് കടൽ ഞണ്ടല്ല കേട്ടോ, ഇത് കായൽ ഞണ്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കാം. നാല് പീസ് കൊടംപുളി ഇടുന്നുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ നിറച്ച് ഉപ്പിടുക. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. നല്ല ഒരു 3 തണ്ട് കറിവേപ്പില, നല്ല മസാലയിൽ കിടന്ന് വേവട്ടെ. ഒരു 10 to 15 മിനിറ്റ്സ് അതിൻ്റെ കുക്കിംഗ് ടൈം ഉള്ളൂ കേട്ടോ. ഓൾറെഡി തിളച്ച വെള്ളത്തിൽ ഇട്ടപ്പോൾ ഇതൊരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഒരു 10 to 15 മിനിറ്റ്സ് ഇത് വെന്താൽ മതി. ഇനി ലാസ്റ്റ് നമ്മൾ കുരുമുളക് പൊടി, ഇത് 1.5 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റും കൂടി വെക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ കിടിലമായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ടേസ്റ്റ് ചെയ്യാനാണ് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് കൊടുക്കട്ടെ കേട്ടോ. ഇത് കാണാമോ? പീസ് ഇങ്ങനെ വരുന്നതുണ്ടോ? ഇതിന്റെ സൈഡ് പീസസ് കഴിക്കും, ചെറിയ പീസസ് കഴിക്കും, മാത്രം കഴിക്കല്ലേ. കോടമ്പുളി അടക്കമുണ്ട്. കഴിച്ചു നോക്കല്ലേ? കഴിച്ചോളൂ. വായിൽ വെള്ളം വരാ. എന്താ ടേസ്റ്റ്. മക്കളെ ഇത് തിന്നണം. ഇത് വാങ്ങി ഇതുപോലെ റോസ്റ്റ് ആക്കി കഴിച്ചു നോക്കണം. ഇരിക്കണ്ട ഹലുവ ഹലുവ പോലെ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. Till then, bye.